നമസ്കാരം. KCU വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലവടി പഞ്ചായത്തിൽ അഴിമതി, വാർഷിക പദ്ധതി സമർപ്പണം വൈകി അഴിമതിക്ക് വഴിയൊരുക്കിയതെന്ന ആരോപണം. ആർക്കു ബാധ കയറിയാലും MPയുടെ തലയിൽ. മൂലം ജലോത്സവം അട്ടിമറിച്ചതിന് പിന്നിൽ കൊടുക്കുന്നിൽ സുരേഷ് എന്ന വാദം അടിസ്ഥാനരഹിതമെന്ന് കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ്. വിത്തില്ല, വിറ്റ നെല്ലിന്റെ വിലയില്ല, പമ്പിംഗ് വള, കീടനാശിനി സബ്സിഡികളുമില്ല. ഇല്ലായ്മകളുടെ നടുവിൽ ആശങ്ക വിതച്ച രണ്ടാം കൃഷി. അനാഥമാകുന്ന കുടിവെള്ള ടാങ്കുകൾ. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കുകൾ വെയിലും മഴയുമേറ്റ് നശിക്കുന്നു. ഇവ നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവായിരുന്നു. ആര് കേൾക്കാൻ? വാർത്തകൾ വിശദമായി. തലവടി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി അവതാളത്തിൽ. ജൂൺ 30 മുമ്പ് സമർപ്പിക്കേണ്ട പദ്ധതികളൊന്നും തന്നെ നാളിതുവരെയായിട്ടും സമർപ്പിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിലുള്ള അവിഹിത അഴിമതി ഇടപെടലുകളാണ് പദ്ധതി സമർപ്പണം നീണ്ടുപോകുവാൻ കാരണമെന്നാണ് ആരോപണം. മുൻ എസ്റ്റിമേറ്റ് പ്രകാരം 100% ചെയ്യേണ്ട പ്രവൃത്തികൾ പുതിയ പദ്ധതി പ്രകാരം 60% ചെയ്താൽ മതിയെന്ന പിടിവാശിയിലാണ് എഞ്ചിനീയർമാർ. അതായത് 100 മീറ്റർ ചെയ്യേണ്ട റോഡ് നിർമ്മാണം പുതിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 60 മീറ്റർ ചെയ്താൽ മതിയാവും. ഇത് കരാറുകാർക്ക് കൊള്ളലാഭം ഉണ്ടാക്കുവാനായി അധികൃതർ നടത്തിയ ഒത്തുകളിയുടെ ഭാഗമാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. ചമ്പക്കുളം മൂലം ജലോത്സവ മത്സര വള്ളംകളി നടത്താത്തതിന് കാരണം കൊടുക്കുന്നിൽ സുരേഷ് MP ആണെന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ്. വിവാദങ്ങൾക്കും അട്ടിമറിയിലൂടെ മൂലം ജലോത്സവം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതിനും പിന്നിൽ ആലപ്പുഴ ജില്ലാ ഭരണകൂടമാണെന്നും അനിൽ ബോസ് പറഞ്ഞു. 400ഓളം വർഷങ്ങളായി തുടർന്നുവരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റിമറിക്കുവാനുള്ള ഒരു നീക്കവും അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വള്ളംകളി മത്സരത്തിൽ നിന്ന് പിന്മാറുവാനുള്ള നടപടി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുക്കുന്നിൽ സുരേഷ് MP ഒരു കാരണവശാലും ചമ്പക്കുളം മൂലം വള്ളംകളി എവിടെ നടക്കണം, എവിടെ നടത്തണ്ട, എവിടെ കല്ലിടണം, എവിടെ കല്ലിടണ്ട അതൊന്നും തീരുമാനിക്കുന്ന ആൾ കൊടുക്കുന്നിൽ സുരേഷ് അല്ല. അദ്ദേഹത്തിന്റെ തലയിൽ ഈ പാഭാരം വെട്ടിവെക്കുന്നത് രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ സംശയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു MP തന്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഫണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കിട്ടാൻ കഴിയുന്ന ഫണ്ടുകളോ, ഇവിടെ കേന്ദ്രമന്ത്രിമാരായിരുന്ന AK ആന്റണിയുടെയും വയലാർ രവിയുടെയും അതുപോലെ തന്നെ ചാൾസ് ഡയസ് MPയുടെയും ഒക്കെ ഫണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ പവലിയന് പണം അനുവദിച്ചു. അത് സന്തോഷമുള്ള കാര്യമാണ്. കുട്ടനാട്ടിലെ മുഴുവൻ ആളുകളും ജലോത്സവ പ്രേമികളും അതിനെ സ്വാഗതം ചെയ്യണം. അതിന് മുൻകൈ എടുത്ത കൊടുക്കുന്നില്ല അഭിനന്ദിക്കണം. പക്ഷെ എവിടെ കല്ലിടണം, എവിടെ കല്ലിടണ്ട എന്ന് തീരുമാനിക്കുന്ന കൊടുക്കുന്നിൽ സുരേഷ് അല്ല. അത് തീരുമാനിക്കുന്നത് ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ജില്ലാ കളക്ടറാണ്. ഈ MP ഫണ്ടിന്റെ മോണിറ്ററിംഗ് അതോറിറ്റി, അതുപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ BDO അദ്ദേഹമാണ് ഇത് അതിനെ സംബന്ധിച്ച് ജനകീയ അഭിപ്രായം സമന്വയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് ഈ വികസന പ്രവർത്തനം നടക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു ജനകീയ അഭിപ്രായ സമന്വയം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. MPയുടെയും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വൃന്ദത്തിന്റെയും തീരുമാനപ്രകാരമാണ് അവിടെ ശിലാഫലകം സ്ഥാപിക്കുകയും അവിടെ പവലിയൻ നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അങ്ങനെ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. MPയുടെ പങ്ക് അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മതിയായ തലത്തിൽ ജില്ലാ ഭരണകൂടം അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ MPയെ പോലും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? MPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഫണ്ട്, ആ ഫണ്ട് വെച്ച് നാട്ടിലൊരു വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് ചമ്പക്കുളം വള്ളംകളി ചരിത്രപരമായ വള്ളംകളിയാണ്. അത് മുൻകാലത്തെ ഒരു MPമാരും ചെയ്യാത്ത ആത്മാർത്ഥമായ ശ്രമമാണ് കൊടിക്കുന്നിൽ നിന്നുണ്ടായത്. MP ഫണ്ട് പ്രാദേശിക വികസനത്തിനായി അനുവദിക്കുവാനോ അനുവദിപ്പിക്കുവാനോ മാത്രമേ MPക്ക് കഴിയൂ. പവലിയൻ നിർമ്മാണത്തിനാവശ്യമായ പണം അനുവദിക്കുക മാത്രമാണ് MP ചെയ്തത്. പവലിയൻ എവിടെ എങ്ങനെ നിർമ്മിക്കണമെന്ന അഭിപ്രായം കൊടുക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടില്ല. പ്രാദേശിക ജനകീയ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പദ്ധതി നടപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നും അനിൽ ബോസ് പറഞ്ഞു. മങ്കൊമ്പ് സ്റ്റുഡിയോയിൽ KCU വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇല്ലായ്മകളുടെ നടുവിൽ ആശങ്ക വിതച്ച രണ്ടാം കൃഷി. വിത്തില്ല, വിറ്റ നെല്ലിന്റെ വിലയില്ല, പമ്പിംഗ് വള, കീടനാശിനി സബ്സിഡികളുമില്ല. ഇക്കണക്കിന് ജൂലൈ ആയാലും വിത പൂർത്തിയാവുമെന്ന ഉറപ്പുമില്ല. കാലവർഷം കനക്കുന്നതോടെ കളി കാര്യമാവുകയാണ്. പുഞ്ചനെല്ലിന്റെ വിളവ് ലഭിക്കാത്തതും പുറംബണ്ടിന്റെ ശക്തിക്ഷയവും വിത്തുക്ഷാമവും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലെ കർഷകരുടെ രണ്ടാം കൃഷി സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. വിത ജൂണിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ ജൂലൈ ആദ്യവാരമായിട്ടും പകുതിയിലധികം പാടശേഖരങ്ങളിലും വിത നടന്നിട്ടില്ല. 1100ഓളം ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം കൃഷി ഇറക്കുവാൻ പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഇതേവരെ 6459 ഹെക്ടറിൽ മാത്രമേ വിത പൂർത്തിയായിട്ടുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജൂലൈ അവസാനത്തോടുകൂടി മാത്രമേ ബാക്കി പാടശേഖരങ്ങളിൽ വിത നടക്കൂ.
കാലവർഷം കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിത എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്കയും കർഷകരിൽ നിഴലിക്കുന്നു. മടവീഴ്ച സാധ്യതയും പമ്പിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതും വൈദ്യുതി വിതരണത്തിൽ അടിക്കടി ഉണ്ടാകുന്ന തകരാറും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. നെല്ലുവില ലഭിക്കാൻ കർഷകർ ധർണയും സമരപരിപാടികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും കർഷക കൂട്ടായ്മകളിലുമൊക്കെയായി സംഘടിപ്പിച്ചിട്ടും അവരുടെ വിലാപങ്ങൾ ചെന്നലയ്ക്കുന്നത് ബധിരകർണങ്ങളിലാണ്. പുഞ്ചകൃഷി ഇറക്കാൻ വായ്പയെടുത്ത കർഷകർക്ക് നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ തുക തിരിച്ചടയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതിനാൽ രണ്ടാം കൃഷിക്ക് വായ്പ ലഭിക്കാത്തതും പ്രതികൂലമായി. വിത പൂർത്തിയായ പാടശേഖരങ്ങളിൽ കളവരെ, കീടനാശിനി, വളപ്രയോഗം തുടങ്ങിയ പ്രവൃത്തികൾക്കും പണം കണ്ടെത്താനാവാതെ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. നെല്ലുവില യഥാസമയം ലഭിക്കാതിരുന്നതിനാൽ കാർഷിക വായ്പയ്ക്കുള്ള സബ്സിഡിയും ഭൂരിഭാഗം കർഷകർക്കും നഷ്ടമായി. ഏപ്രിൽ മെയ് മാസങ്ങളിലെ കനത്ത വേനൽ മഴ നിമിത്തം ആലപ്പുഴ ജില്ലയിൽ മാത്രം 2550 ഹെക്ടറിലെ പുഞ്ചകൃഷിയിൽ പകുതിയിലധികവും നശിച്ചിരുന്നു. ഇതിലൂടെ 1.91 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി. 607 ഹെക്ടറിലെ 12 പാടശേഖരങ്ങളിലെ പുറംബണ്ടുകൾ തകർന്ന് മട വീണത് നിമിത്തം 1 കോടിയിൽ പരം രൂപയുടെ നഷ്ടവും കണക്കാക്കുന്നുണ്ട്. നെൽകൃഷി സംരക്ഷിക്കുന്നതിനുള്ള പ്രവൃത്തികൾക്കായി 1.68 കോടി രൂപ അധികം വിനിയോഗിക്കേണ്ടിയും വന്നു. യന്ത്രങ്ങൾ താഴ്ന്നതും ചെളി നിറഞ്ഞ പ്രദേശങ്ങളിൽ കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടി വന്നതും നിമിത്തം കൊയ്ത്തിന് 1.5 കോടി അധിക തുകയും ചിലവായി. ഈ നഷ്ടങ്ങൾ രണ്ടാം കൃഷിയിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്ന കർഷകർ വിവിധ സർക്കാർ വകുപ്പുകളുടെ പിടിപ്പുകേട് നിമിത്തം കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. കുടിവെള്ളമില്ലാതെ കുട്ടനാടൻ ജനത നെട്ടോട്ടമോടുമ്പോൾ കുടിവെള്ളം വിതരണം ചെയ്യുവാനായി കൊണ്ടുവന്ന 100 കണക്കിന് വാട്ടർ ടാങ്കുകളാണ് കുട്ടനാട് താലൂക്ക് ഓഫീസിന് സമീപം വെയിലും മഴയുമേറ്റ് നശിക്കുന്നത്. കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വാഹനത്തിലും വള്ളത്തിലുമായി ശുദ്ധജലം വിതരണം ചെയ്യുവാനായി കൊണ്ടുവന്ന ടാങ്കുകളാണ് ഇവിടെ നശിക്കുന്നത്. ഇതിനോടകം തന്നെ ടാങ്കുകളുടെ പകുതിയിലധികം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇത്തരത്തിൽ പൊട്ടിയ ടാങ്കുകൾക്കുള്ളിൽ വെള്ളം തങ്ങി നിൽക്കുന്നത് കൊതുക് പെരുവാൻ ഇടയാക്കുന്നു. പൊട്ടിക്കീറിയ ടാങ്കുകൾ തന്നെയാണ് പശ ഉപയോഗിച്ച് ഒട്ടിച്ചതിനു ശേഷം കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി നൽകുന്നത്. ഇത്തരത്തിൽ ഒട്ടിച്ച ടാങ്കുകൾ കുടിവെള്ള വിതരണത്തിനായി വാഹനത്തിലോ വള്ളത്തിലോ കയറ്റി വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് നിലവിൽ. കുടിവെള്ള വിതരണത്തിനായി കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായ ടാങ്കുകളുടെ യാതൊരു വിവരങ്ങളും ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഇല്ലെന്നതാണ് വാസ്തവം. കുടിവെള്ളക്ഷാമം കൊണ്ട് പൊറുതിമുട്ടുന്ന കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ വാട്ടർ ടാങ്കുകളാണ് വെയിലും മഴയുമേറ്റ് അധികാരികളുടെ കണ്ണുമുമ്പിൽ തന്നെ നശിക്കുന്നത്. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCV ന്യൂസ്. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് അധ്യാപകർ പ്രതിഷേധ മാർച്ചും സമ്മേളനവും സംഘടിപ്പിച്ചു. KSTA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DEO ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് അധ്യാപകർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിന് ശേഷം നഗരചത്വരത്തിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് D സുധീഷ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി PD ശ്രീദേവി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MC പ്രസാദ്, S ശുഭ, S രാജേഷ് എന്നിവർ സംസാരിച്ചു. അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ച് എങ്ങനെയായിരിക്കണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി അനുഭവിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരം വിട്ടൊഴിഞ്ഞു പോവുകയും തുടർന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തത്. ചമ്പക്കുളം BSNL ജംഗ്ഷൻ മുതൽ തുമ്പാരം പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പിരിച്ചെടുത്ത തുകയ്ക്ക് റോഡിൽ ഗ്രാവലിറക്കി. നെടുമുടി പഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന 65ഓളം കുടുംബങ്ങൾ ചേർന്നാണ് റോഡ് നിർമ്മാണത്തിനാവശ്യമായ തുക ശേഖരിച്ചത്. കുട്ടികളും മുതിർന്നവരും അടക്കം 100 കണക്കിന് നാട്ടുകാരാണ് റോഡിന്റെ കുഴികൾ അടയ്ക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. റോഡ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് MLAയെയും MPയെയും സമീപിച്ചപ്പോൾ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയ വർക്കായതിനാൽ ഇത് പൂർത്തിയായതിനു ശേഷമേ റോഡ് പണി നടത്തുവാൻ സാധിക്കൂ എന്നാണ് അധികാരികൾ പറയുന്നത്. BSNL ജംഗ്ഷൻ തൊട്ട് തുമ്പൂരം ജംഗ്ഷൻ വരെയുള്ള ആൾക്കാരുടെ ഒരു ശ്രമഫലമാണ് ഈ സംവിധാനവും. അതോടൊപ്പം തന്നെ അവർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് 1500, 2000 ചിലരെ സ്പോൺസർ ചെയ്ത് ഒരു ലോഡ് വരെ മണ്ണിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടുത്തെ സ്ത്രീജനങ്ങളെ, കുട്ടികളെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നു. എല്ലാവരും അവരവിടെ ഉദ്യോഗസ്ഥരുണ്ട്, പണിക്കാരുണ്ട്, കോൺട്രാക്ട് ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. കാവാലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI കാവാലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവാലം PH സെന്ററിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന സമരപരിപാടി CPM ഏരിയ കമ്മിറ്റി അംഗം PV രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി.
സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. പുളങ്ങുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. എക്സലൻസിയ 2014 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിനൊപ്പം സ്കൂളിലെ പുതിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും ഈ വർഷത്തെ പ്രഥമ രക്ഷകർതൃ സമ്മേളനവും നടക്കും. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ തലവടി ഹൈസ്കൂളിൽ സന്ദർശനം നടത്തി. പുരാരേഖകൾ പരിശോധിച്ചു. കാലപ്പഴക്ക നിർണയവും പുരാതന സാമൂഹിക പശ്ചാത്തലത്തിൽ സ്കൂളിന്റെ പ്രസക്തിയും പഠന വിധേയമാക്കി. സ്കൂളിലെ പ്രധാന അധ്യാപികയായ സുഭദ്ര അന്തർജനം പുരാവസ്തു ചരിത്ര വിഭാഗത്തിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. 1916 ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചതാണ് സ്കൂൾ. ഇതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞതായി പുരാവസ്തു ഗവേഷണ കേന്ദ്രം മേധാവി S. പ്രമോദ് കുമാർ അറിയിച്ചു. പുരാവസ്തു വകുപ്പും ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യമായ രേഖകൾ, പ്രത്യേകിച്ചും മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പാഠപുസ്തകങ്ങൾ അടങ്ങുന്ന രേഖകളുടെ സംരക്ഷണം പുരാരേഖാ വകുപ്പും ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രേഖകൾ പരിശോധിച്ചപ്പോൾ അത് പഴമയുള്ളതാണ്, പൈതൃകമുള്ളതാണ്, ചരിത്രമുള്ളതാണ്, സംരക്ഷിക്കേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു നല്ല ദിവസം സെലക്ട് ചെയ്തത് ഇതിലേക്ക് വേണ്ടി. എന്നു വെച്ചാൽ എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരായ RKS ഡയറക്ടറും കേരള മ്യൂസിയം ഡയറക്ടറും കൂടെ ഉണ്ടായിരുന്നു. അവരുകൂടെ തരുന്ന പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് ബലം നൽകുന്നതാണ്. കേരളത്തിന് നൽകി വന്നിരുന്ന 3000 ടൺ അധിക അരി വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കുന്നതിന്റെ ഭാഗമായി പുതിയ കേന്ദ്ര സർക്കാർ നിബന്ധനകൾ കർശനമാക്കുന്നതിന്റെ സൂചനകളാണ് ഈ തീരുമാനമെന്ന് വിലയിരുത്തപ്പെടുന്നു. കേരളത്തിന് ലഭിച്ചിരുന്ന അധിക അരി വിഹിതം വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ റേഷൻ സംവിധാനം തന്നെ അട്ടിമറിക്കാൻ കാരണമായേക്കും. APL വിഭാഗത്തിന് 9 കിലോ അരിയും BPL വിഭാഗത്തിന് 25 കിലോ അരിയും വീതം വിതരണം ചെയ്തിരുന്നത് ഈ അധിക വിഹിതം കൊണ്ടാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ 1ാം പാദത്തിൽ അനുവദിച്ച വിഹിതം ജൂലൈ തുടങ്ങുന്ന 2ാം പാദത്തിലാണ് നിഷേധിക്കപ്പെട്ടത്. വിലക്കയറ്റത്തിന്റെ പിടിയിൽ കഴിയുന്ന ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് കേന്ദ്ര നടപടി ഏറ്റവുമധികം തിരിച്ചടിയാവും. 12.25 ലക്ഷം ടൺ അരിയാണ് ഒരു വർഷം കേരളത്തിന് അനുവദനീയമായ വിഹിതം. ഇതിനു പുറമെ ഓരോ മാസവും 30,000 ടൺ അധികമായി നൽകിയിരുന്നതാണ് പരാധീനതകൾക്ക് നടുവിലും പൊതുവിതരണ സമ്പ്രദായം കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചിരുന്നത്. ഡൽഹിയിൽ ചേർന്ന സംസ്ഥാന ഭക്ഷ്യമന്ത്രിമാരുടെ യോഗത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അരിവിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് അനുകൂല മറുപടി ഉണ്ടായതായി അറിയില്ല. ആലപ്പുഴ ജില്ലാ സാക്ഷരതാ മിഷൻ 10ാം തരം തുല്യതാ കോഴ്സിന്റെ 9ാം ബാച്ചിന്റെയും 12ാം തരം തുല്യതാ ബ്രിഡ്ജ് കോഴ്സിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. അക്ഷരജ്യോതി പുസ്തക പ്രകാശനവും MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ അധ്യക്ഷനായി. വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG രാജേശ്വരി, അഡ്വക്കേറ്റ് A. റസാഖ്, അഡ്വക്കേറ്റ് MK അബ്ദുൾ സമദ്, ശശിധരപിള്ള എന്നിവർ സംസാരിച്ചു.
കേരള കരകൌശല വികസന കോർപ്പറേഷൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച കരകൌശല വിപണന മേളയ്ക്ക് തുടക്കമായി. ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കരകൌശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാനോ മാസുഡോ ആദ്യ വിൽപ്പന നിർവഹിച്ചു. MG സതീദേവി, KA രമണൻ, EA ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 400 പരം കലാകാരന്മാരാണ് മേളയ്ക്ക് എത്തിയിരിക്കുന്നത്. കിഴക്കേ ചേന്നങ്കരി 244 നമ്പർ NSS കരയോഗം പുതിയതായി പണികഴിപ്പിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കുടുംബ സംഗമവും ഞായറാഴ്ച നടന്നു. NSS രജിസ്ട്രാർ KN വിശ്വനാഥൻ പിള്ള പുതിയ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ, N രാജശേഖരൻ പിള്ള, PT വാസുദേവക്കുറുപ്പ്, P ദിലീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 244 നമ്പർ കരയോഗത്തിലെ മുതിർന്ന മുൻകാല കരയോഗ ഔദ്യോഗിക ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. നമ്മുടെ തലമുറയെ സംഘടിപ്പിക്കുവാനുള്ള പ്രയത്നത്തിലാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി നിൽക്കുന്നത്. നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വിവിധങ്ങളായ മേഖലകളെ അധികരിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മുടെ കൊച്ചുകുട്ടികൾ, ഇപ്പൊ ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ തന്നെ നമ്മൾ കാണുകയാണ്, ഈ കൊച്ചുകുട്ടികളെ മുൻകാലങ്ങളിൽ ഒരു നല്ല പാട്ട് പാടാൻ അറിയാവുന്ന പിള്ളേരൊന്നും വളരെയധികമില്ല. ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇരിക്കും, വീണ്ടും നമ്മൾ എഴുന്നേക്കും, വീണ്ടും നമ്മൾ ഇരിക്കും. ഇങ്ങനെ ഒരു രീതി ഇന്ന് നമുക്ക് ധാരാളമായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾ ആചാര്യ സ്മരണ ചെല്ലാൻ അറിയാവുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ഈശ്വര പ്രാർത്ഥന ചെല്ലാൻ അറിയാവുന്ന കുട്ടികൾ ധാരാളമുണ്ട്. നമുക്ക് അവരുടേതായ ഒരു ഡിപ്പാർട്ട്മെന്റ് നായർ സർവീസ് സൊസൈറ്റിക്ക് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു. കൈനകരി ബോട്ട് ജെട്ടിക്ക് സമീപം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം അടിഞ്ഞു. പുളിങ്കുന്ന് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇനി ചരമവാർത്തകൾ. എടത്വ ചങ്ങങ്കരി പട്ടത്താനം പുതുവൽ മറിയാമ്മ വർഗീസ് നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 9:30 എടത്വ സെന്റ് ജോർജ് ഫെറാന ദേവാലയ സെമിത്തേരിയിൽ. നീരേറ്റുപുറം പാലത്തിങ്കൽ അന്നമ്മ എബ്രഹാം നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2 തലവടി സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലവടി പഞ്ചായത്തിൽ അഴിമതി, വാർഷിക പദ്ധതി സമർപ്പണം വൈകി അഴിമതിക്ക് വഴിയൊരുക്കിയതെന്ന ആരോപണം. ആർക്കു ബാധ കയറിയാലും MPയുടെ തലയിൽ. മൂലം ജലോത്സവം അട്ടിമറിച്ചതിന് പിന്നിൽ കൊടുക്കുന്നിൽ സുരേഷ് എന്ന വാദം അടിസ്ഥാനരഹിതമെന്ന് കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ്. വിത്തില്ല, വിറ്റ നെല്ലിന്റെ വിലയില്ല, പമ്പിംഗ് വള, കീടനാശിനി സബ്സിഡികളുമില്ല. ഇല്ലായ്മകളുടെ നടുവിൽ ആശങ്ക വിതച്ച രണ്ടാം കൃഷി. അനാഥമാകുന്ന കുടിവെള്ള ടാങ്കുകൾ. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കുകൾ വെയിലും മഴയുമേറ്റ് നശിക്കുന്നു. ഇവ നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവായിരുന്നു. ആര് കേൾക്കാൻ? വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.